ഏകസ്വരമിത്രങ്ങളായ ലോകമാനവരാശിക്ക് നമസ്കാരം. ഏഷ്യാനെറ്റിലെ ന്യൂസ് മേക്കർക്ക് കൂടിയാണ് ഈ വീഡിയോ. ആശയവ്യക്തതയുള്ള വ്യക്തിയെന്ന കുഞ്ഞികൃഷ്ണനെ പോലെയുള്ളവരെ കുറിച്ച് പറയുവാൻ ന്യൂസ് മേക്കർ എന്താ കമ്മ്യൂണിസ്റ്റാണോ? ജേർണലിസം കൊണ്ട് പ്രത്യയശാസ്ത്ര വിഷയങ്ങളിലെ ബുദ്ധിജീവിയാകണമെന്നില്ല. ഏതെങ്കിലും ഒരു സൈഡ് പിടിച്ച് സംസാരിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ലാഭത്തിന്മേലാണെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? കമ്മ്യൂണിസ്റ്റ് തോൽവിക്ക് നിദാനമായി ഭവിച്ചിരിക്കുന്ന പ്രത്യയശാസ്ത്രപരമായ അപജയങ്ങൾ ഒന്നും തന്നെ കുഞ്ഞികൃഷ്ണന് പറയാനില്ല എന്ന് ന്യൂസ് മേക്കറിനും അറിയാം. പിന്നെന്തിനാണ് ഔന്നത്യ പദവി കൊടുത്ത് കുഞ്ഞികൃഷ്ണനെ മാർക്സ്, എംഗൽസ്, ലെനിനേക്കാൾ വലിയ എഴുത്തുകാരനാക്കാൻ മാധ്യമങ്ങൾ ശ്രമിക്കുന്നത്? ഒരു അക്കൗണ്ട് വിഷയം മാത്രമല്ലേ ഇത്? കമ്മ്യൂണിസത്തിൽ ഇവ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലെന്നും ഒരു പുതുമയും ഇല്ലാത്ത അവനവൻ സ്റ്റൈലാണെന്നും 50 വർഷത്തെ പാരമ്പര്യമുള്ള കുഞ്ഞികൃഷ്ണനെ അറിയുക തന്നെ ചെയ്യാം. കുഞ്ഞികൃഷ്ണൻ ഈ പറയുന്ന ഈ 1.5 രൂപ മൂല്യമുള്ള കണക്കുകൾ കമ്മ്യൂണിസത്തിന് ഇന്നത്തെ പ്രയാസപ്പെടലിൽ നിന്ന് കുറച്ചുകൂടി ആയുസ് നീട്ടിക്കിട്ടുന്നതാണ് എന്ന് പറയാൻ വയ്യ. അതിന് ഉപോത്ബലകമായ സംവാദങ്ങളാണ് പത്രസമ്മേളനങ്ങളിൽ പാർട്ടി സെക്രട്ടറിയും വക്താവായി വന്ന രാകേഷും അഴകുഴമ്പൻ രീതിയിൽ പ്രതികരിച്ചിരിക്കുന്നത്. ഗോവിന്ദൻ പറയുന്നു, ഞങ്ങൾ കുഞ്ഞികൃഷ്ണനെ പുറത്താക്കിയതാണ്, അതുകൊണ്ട് ഈ വിഷയം അടഞ്ഞ അധ്യായമാണ്. രാകേഷ് പറയുന്നു, ഇത്തരം അന്വേഷണങ്ങളും ഫലങ്ങളും പുറത്തു പറയേണ്ടതില്ല, എല്ലാം അടവ് നയത്തിൻ്റെ ഭാഗമായിരിക്കും. അതാണല്ലോ ഇരുമ്പ് മറയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അണ്ടർഗ്രൗണ്ട് പ്രയോഗം. ഈ പ്രതികരണങ്ങളെല്ലാം കുഞ്ഞികൃഷ്ണനെ പ്രത്യക്ഷത്തിൽ ഉന്മേഷം പകരുന്ന പോലെ അദ്ദേഹത്തിൻ്റെ ആക്ഷനുകളും കോൺഫിഡൻഷ്യലായി സ്ഥിരമായുള്ള കട്ടിയായ പദപ്രയോഗങ്ങളെ കൊണ്ട് ഉറപ്പിക്കുന്ന മട്ടിൽ സംസാരിച്ച് നിർത്തുന്നതും അതുകൊണ്ടാണ്. എന്നാൽ കുഞ്ഞികൃഷ്ണ ഇതൊക്കെ പുറത്തു പറയാൻ കൊള്ളുകയില്ലാത്ത കാര്യങ്ങളാണ് എന്നാണല്ലോ അവരൊക്കെ പ്രതികരിച്ചിരിക്കുന്നത്. കമ്മ്യൂണിസം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതൊന്നിനും പ്രതിവിധിയായി അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലിൻ്റെ കണക്കുകൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കൊച്ചു പുസ്തകം കൊണ്ട് ഒന്നും സാധ്യമാവുകയില്ല. രക്തസാക്ഷികൾ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ആവേശമാണ്. കുഞ്ഞികൃഷ്ണനും അതുതന്നെ വിളിച്ചു പറയുന്നു. ആശയപരമോ പ്രത്യയശാസ്ത്ര തിരുത്തലുകളോ അല്ലാത്ത ഇത്തരം ദുർബലങ്ങളായ അണികളെ പ്രോജ്വലിപ്പിക്കാൻ ഉതകാത്ത പഴയകാല മണ്ടത്തരങ്ങൾ പൊടി തട്ടിയെടുത്ത് പുസ്തകമാക്കിയാൽ കമ്മ്യൂണിസത്തിന് ഉണർവാകുകയുമില്ല. മരവിച്ച് കിടക്കുന്ന അണികൾക്ക് രക്തസാക്ഷിത്വത്തിൻ്റെ രോമാഞ്ചവും ആവുകയില്ല. രക്തസാക്ഷിത്വത്തിന് ഉണർവേകാൻ ഫണ്ട് തിരിമറിയുടെ ഓഡിറ്റ് വെളിപ്പെടുത്തൽ അന്വേഷണാർത്ഥം ശരിയെന്ന് കണ്ടെത്തിയാൽ പോലും ഒന്നും സംഭവിക്കില്ല. ഓരോ ദിവസവും പാർട്ടി സെക്രട്ടറിയുടെ പത്രസമ്മേളനം കേൾക്കുന്നുണ്ട്. ഈറ്റപ്പുലി ആക്രോശിക്കുന്ന അതേ ഭാവമാണ് ഗോവിന്ദൻ്റെ മുഖത്ത് പ്രകടമാകുന്നത്. ഈ പ്രവണത ഗോവിന്ദന് മാത്രമല്ല, കണ്ണൂർ രാഷ്ട്രീയക്കാർക്കെല്ലാം ഉണ്ട്. കോൺഗ്രസ്സുകാരനായ സുധാകരൻ ഉൾപ്പെടെ 3 ജയരാജന്മാരും പിണറായിയും കോടിയേരിയും MM മണിയും ഈ ലൈനിൽ ജനങ്ങളെ അത്യധികം ഭയപ്പെടുത്തിയും പാർട്ടിയുടെ പേര് പറഞ്ഞ് സ്വന്തം ക്രിമിനലിസം വെട്ടിത്തുറന്ന് പറഞ്ഞും നാളെ നടക്കാനിരിക്കുന്ന കൊലയ്ക്ക് ലാഘവത്വം പ്രകടിപ്പിച്ചും പാവപ്പെട്ടവനു വേണ്ടി എന്ന മുദ്രാവാക്യങ്ങളുടെ പിൻബലത്തിൽ സ്വയം സംരക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അതിനിടയിലാണ് ഫണ്ട് കുഞ്ഞികൃഷ്ണൻ്റെ വരവ്. കുഞ്ഞികൃഷ്ണ, പുസ്തകത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വ്യത്യസ്തൻ സ്വന്തമായി എഴുതിയ 2002 പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകത്തിൻ്റെ 3 കോപ്പികൾ AKG സെൻറ്ററിൽ ഏൽപ്പിച്ചിരുന്നു. പത്തനംതിട്ട ജില്ലയിലെ അനന്തഗോപൻ സെക്രട്ടറിയായിരുന്നതിന് മുമ്പായി കുന്നന്താനംകാരനായ കുഞ്ഞമ്പായി എന്ന CPM ജില്ലാ സെക്രട്ടറി AKG സെൻറ്ററിലേക്ക് ഈ പുസ്തകം പ്രൊമോട്ട് ചെയ്യുകയും അനന്തഗോപൻ അത് AKG സെൻറ്ററിൽ കൊടുക്കുകയും ചെയ്തിരുന്നു. കാലങ്ങൾക്ക് ശേഷം കുഞ്ഞമ്പായിയുടെ പുസ്തകത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അത് വളരെ ടഫ് ആണെന്നായിരുന്നു കുഞ്ഞമ്പായിയുടെ മറുപടി.
ഇന്ന് അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. ഇടയ്ക്കൊന്ന് പറയട്ടെ, കുഞ്ഞികൃഷ്ണൻ ഇടയ്ക്കിടെ ഭയത്തോടെ വിളിച്ചു പറയുന്നുണ്ട്, ഞാൻ മറ്റൊന്നിനും വേണ്ടി നിലകൊള്ളാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ CPM-നോട് എതിർത്ത് മറ്റൊരു പാർട്ടിയിൽ പോകുവാനോ പാർട്ടി വിമതനാകുവാനോ ആഗ്രഹിക്കുന്നില്ല എന്ന്. അപ്പോൾ പിന്നെ കുഞ്ഞികൃഷ്ണൻ്റെ സ്വാർത്ഥ താല്പര്യത്തിൽ പറഞ്ഞു കേൾക്കാത്ത ഏതെങ്കിലും ഒന്നിനു വേണ്ടിയാണ് പുസ്തകം എഴുതി കോളിളക്കം സൃഷ്ടിക്കുന്നതെന്ന് സ്പഷ്ടമായിരിക്കുകയല്ലേ. ഇനി എൻ്റെ പുസ്തകത്തെക്കുറിച്ച് പറയാം. മാർക്സ്, എംഗൽസ്, ലെനിനിൻ്റെ അന്യോന്യ കത്തിടപാടുകളുടെയും അവയുടെയൊക്കെ കൈമാറ്റങ്ങളിലൂടെയും ഏകദേശ ധാരണയിലെത്തിയ ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ കരരൂപം വെച്ച് നിലവിലുണ്ടായിരുന്ന ഫ്യൂഡൽ പ്രത്യയശാസ്ത്രത്തിന് ബദലായി ഭരണ സംവിധാനത്തെ കയ്യൂക്കോടെ അക്രമോത്സുകമായി പിടിച്ചെടുക്കുകയും ഫ്യൂഡൽ പള്ളികളുടെ കുരിശുകൾ താഴെയിറക്കുകയും അച്ഛന്മാരുടെയും ലോഹ ഊരിയെടുക്കുകയും ജന്മിമാരുടെയും പ്രഭുക്കന്മാരുടെയും ഇളപ്രഭുക്കന്മാരുടെയും കഴുത്തറക്കുകയും ചെയ്തുകൊണ്ട് ഭരണം കയ്യാളിയ ഒരു നൂറ്റാണ്ടിനോടടുത്ത് സുഖമോ ദുഃഖമോ അനുഭവിച്ച 2 തലമുറകൾക്ക് ശേഷം ആ ഭരണ സംവിധാനത്തിൻ്റെ കൊടിയിറക്കം ഗോർബച്ചേവിൻ്റെ കസേര കൈമാറ്റത്തിലൂടെ ലോകം കാണുകയും ചെയ്ത കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. അന്ന് ഞാൻ കണ്ടു മറ്റൊരു ചെരിഞ്ഞ ഗോപുരത്തെ. CPM-ൻ്റെ ചെരിഞ്ഞ ഗോപുരത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഒരു ചെരിഞ്ഞ ഗോപുരത്തെ താഴെ വീഴാതെ ഒരു സപ്പോർട്ട് കൊടുത്ത് നിർത്തുകയല്ലാതെ ഒന്നും ചെയ്യാനാവില്ല എന്ന് തോന്നിയതുകൊണ്ടാണ് എൻ്റെ പുസ്തകം അതിലെ തിയറികൾ, ആശയങ്ങൾ ഉപയുക്തമായേക്കുമെന്ന ധാരണയിൻ പ്രകാരം അന്ന് കുഞ്ഞമ്പായി മാസ്റ്ററുമായി അനവധി ദിവസങ്ങളിലെ ചർച്ചകൾക്ക് ശേഷം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ബുദ്ധികേന്ദ്രമെന്ന് വിശേഷിക്കപ്പെടുന്ന AKG സെൻറ്ററിലേക്ക് കൊണ്ടുപോയത്. ഓക്കെ, കൂടുതൽ സംസാരിക്കുന്നില്ല ആ വിഷയത്തിൽ. ഇനിയും കുഞ്ഞികൃഷ്ണനോടാണ് ചോദിക്കുന്നത്. CPM-നെ സംബന്ധിച്ച് കട്ടൻ കാപ്പിയും പരിപ്പുവടയും കൊണ്ട് പഴയകാല കോണകമില്ലാതെ നടന്ന സഹാക്കളല്ല ഇന്നത്തെ നോക്കുകൂലിക്കാരായ സമ്പന്നന്മാരെന്ന് പറയാതെ പറഞ്ഞ GP ജയരാജനെ പോലെയുള്ള ജില്ലാ സെക്രട്ടറിമാർ വിരാജിച്ച CPM-ലെ അഭിനവ ജന്മിമാരെയും പ്രഭുക്കന്മാരെയും ഇളപ്രഭുക്കന്മാരെയും കഴുത്തറുത്ത് കൊല്ലുന്ന പുത്തൻ പ്രത്യയശാസ്ത്രം എവിടെയോ ഉരുത്തിരിഞ്ഞു വരുന്നു എന്ന് തോന്നിപ്പോകുന്നു. ഇന്ന് എല്ലാത്തിനെയും കണ്ണടച്ചിരുട്ടാക്കിക്കൊണ്ട് 50 വർഷം ആധുനിക ഫ്യൂഡലിസമായ CPM-ൻ്റെ കോട്ടകളിൽ എവിടെയോ ട്രാക്കുളമാരിൽ ഒരാളായി രക്തം കുടിച്ച് ഇരുട്ടറകളിൽ കിടക്കുകയും നേരം വെളുത്ത് വീണ്ടും അതേ പ്രക്രിയ നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലെ കുംഭസാരം പോലെ ഒരു പുസ്തക പ്രസാധന കർമ്മം ജനത്തിൻ്റെ കണ്ണിൽ മണ്ണിടാനല്ലാതെ ഉപകരിക്കുന്നതല്ല. മിസ്റ്റർ കുഞ്ഞികൃഷ്ണ, എല്ലാവരും കമൻറ്റ് ചെയ്യണമെന്ന് അഭിപ്രായപ്പെടുന്നു. നമസ്കാരം. വ്യത്യസ്തൻ.